ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളിൽ നല്ല അടിപൊളി പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ ഈ വാട്സാപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് മിനിമം 20 to 30 സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക. റേറ്റ്, പ്ലേസും കാര്യങ്ങളും മെസ്സേജ് അയക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്കിന്ന് ആദ്യമായിട്ട് സെയിലായിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത്. അവിടെ നമുക്ക് ഷുഗർ ഗ്ലിറ്ററിൻ്റെ ബേബീസാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത്. 1.5 മാസം പ്രായമായതാണ്. അപ്പോൾ ടൈമിലൊക്കെ ആയിട്ട് വളർത്താൻ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ കറക്റ്റ് പ്രായമാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 4500 രൂപയാണ്. ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. വൈറ്റ് കളറിലുള്ളതാണ് ബേബി വന്നിരിക്കുന്നത്. 1.5 മാസം പ്രായമായതാണ്. അതേപോലെ നമുക്ക് സെയിം ബ്രീഡറിൽ നിന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഡച്ച് ഷിപ്പേർഡും ബെൽജിയം മൽനോസിൻ്റെ പപ്പീസ് വന്നിട്ടുണ്ട്. വിത്ത് KCI സർട്ടിഫിക്കറ്റ് അടക്കം അവർ 20,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ അവൈലബിൾ ആയിരിക്കും. ആ ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 20,000 രൂപയുടെ റേറ്റ് വന്നിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ബെൽജിയം മൽനോസും അതുപോലെ ഡച്ച് ഷിപ്പേറിൻ്റെ പപ്പീസൊക്കെ സെയിലിനായിട്ടുണ്ട്. 20,000 ആണ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് അവിടെ നിന്നൊരു നല്ല അടിപൊളി എക്സ്ട്രീം പഞ്ചിൻ്റെ ക്യാറ്റ് സ്റ്റഡ് മെയിൽ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ സെക്ഷനിൽ വന്നിരിക്കുന്നത് കൊടുങ്ങല്ലൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ. അവിടെ നിന്ന് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഷുഗർ ഗ്ലിറ്റർ, അതേപോലെ ബെൽജിയം മൽനോസ്, ഡച്ച് ഷെപ്പേർഡ് പപ്പീസ്. അതുപോലെ ഇതാണ് എക്സ്ട്രീം പഞ്ചിൻ്റെ ഒരു മെയിൽ, സ്റ്റഡ് മെയിലാണ് അവരുടെ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 12,000 രൂപയാണ്. ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. എക്സ്ട്രീം പഞ്ചാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള എക്സ്ട്രീം പഞ്ചിൻ്റെ നല്ലൊരു അടിപൊളി സ്റ്റഡ് മെയിൽ, 12,000 രൂപ. അടുത്ത് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് സെയിലിനായിട്ട് ഡോബർമാൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. പാരൻസിൻ്റെ വീഡിയോ നമ്മളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെയിൽ പപ്പീസും ഉണ്ട്, ഫീമെയിൽ പപ്പീസും ഉണ്ട്. ലിവർ ആൻഡ് ടാൻ കളറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് മെയിൽ പപ്പിക്ക് അവർ 8,000 രൂപയും 8,000. ഫീമെയിൽ പപ്പിക്ക് അവർ ചോദിച്ചിരിക്കുന്നത് 7,000 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മെയിൽ പപ്പിയുണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. ഡോബർമാൻ്റെ ഗാർഡിങ്ങിന് പറ്റിയ നല്ല അടിപൊളി ബ്രീഡാണ് ഡോബർമാൻ. അപ്പോൾ അതിൻ്റെ നല്ല പപ്പീസുകൾ 2 മെയിൽ പപ്പിയുണ്ട്, 2 ഫീമെയിൽ പപ്പിയുണ്ട്. മെയിൽ പപ്പി 8,000, ഫീമെയിൽ പപ്പി 7,000 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഗാർഡിങ്ങിനൊക്കെ ആയിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഡോബർമാൻ്റെ നല്ല അടിപൊളി പപ്പീസിനൊക്കെ എടുക്കാവുന്നതാണ്. തിരുവനന്തപുരം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അതേപോലെ പെറ്റ്സായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. യാതൊരുവിധ ചാർജുകളും വാങ്ങാതെ നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് പെറ്റ്സിൻ്റെ ഒക്കെ. അപ്പോൾ പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യാനുള്ളവർക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. അപ്പോൾ പേരൻസിൻ്റെ വീഡിയോയാണ് നമ്മളിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഡോബർമാൻ്റെ. അപ്പോൾ നല്ല അടിപൊളി സൈസുള്ള നല്ല ഹെവി സൈസൊക്കെ വരുന്ന ഡോബർമാനാണ് പാരൻസ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പ്രാവുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത്. കാസർഗോഡാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ 20 പ്രാവുകളുണ്ട്. ബൾക്ക് സെയിലുണ്ട്, സിംഗിളായിട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ പീസ് റേറ്റ് 200 രൂപയാണ് പറഞ്ഞതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. പീസ് റേറ്റ് 200 രൂപ. 20 എണ്ണം കൊടുക്കാനുണ്ട്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് വൈറ്റ് ജർമ്മൻ ഷിപ്പേൻ്റെ ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ അവൈലബിൾ ആയിരിക്കും. 27 മാസം പ്രായമുള്ള വൈറ്റ് ജർമ്മൻ ഷിപ്പേൻ്റെ ഒരു ഫീമെയിൽ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 20,000 ആണ്. ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. 20,000 രൂപയാണ് ഈ ഫീമെയിലിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്.
അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പ്രാവുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഹിപ്പിയുടെ ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 800 രൂപയാണ്. 800 ആണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. ബ്രീഡിംഗ് പെയർ എഗ് ചെയ്തിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ്. അതേപോലെ തന്നെ അവിടെ നമുക്ക് ഒരു 4 ചിക്സുകളുടെയും സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അതിൽ 3 ചൈനീസ് ഔളിൻ്റെയും അതേപോലെ ഒരു സാറ്റിൻ്റെയും ചിക്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പീസ് റേറ്റ് 250 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ചൈനീസ് ഔളുണ്ട്, സാറ്റി ഉണ്ട്. ഏതെടുത്താലും പീസ് റേറ്റ് 250 രൂപ, 250. അടുത്ത നമുക്ക് അഡൂരിൽ നിന്നാണ് നമുക്ക് പപ്പീസുകൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. പോമറേനിയൻ്റെ ഫീമെയിൽ പപ്പീസാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 3 ഫീമെയിൽ പപ്പീസാണ് ഉള്ളത്. ഒരു പപ്പിക്ക് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 2500 രൂപയാണ്. 2500 ആണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ഫീമെയിൽ പപ്പീസ് മാത്രമാണ് കൊടുക്കാനുള്ളത്. അഡൂരാണ് ലൊക്കേഷൻ. അപ്പോൾ സെയിം ബ്രീഡറിൽ നിന്നാണ് നമുക്ക് സെയിലിനായിട്ട് കാലിക്കോടെ ഒരു ഫീമെയിൽ കിറ്റൻ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഫുൾ പഞ്ചിൻ്റെ കാലിക്കോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 6000 രൂപയാണ് ഫീമെയിൽ കിറ്റൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. കാലിക്കോ കളർ ഫീമെയിൽ കിറ്റൻ. അഡൂരാണ് സെയിം ലൊക്കേഷൻ. അടുത്ത നമുക്ക് തൃശ്ശൂരിൽ നിന്നാണ് നമുക്ക് നല്ല അടിപൊളി ഒരു സ്റ്റഡ് മെയിലാണ് വന്നിരിക്കുന്നത്. ഹെവി സൈസ് സ്റ്റഡ് മെയിൽ വിത്ത് KCI സർട്ടിഫിക്കറ്റ് അടക്കം 12000 രൂപയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. തൃശ്ശൂരാണ് ലൊക്കേഷൻ. ഫാദർ വന്നിരിക്കുന്നത് ചാമ്പ്യനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല ഹെഡ് സൈസും നല്ല ബ്ലാക്ക് കളർ കയറിയിട്ടുള്ള നല്ല അടിപൊളി ഒരു റോഡ് വീലറിൻ്റെ ഒരു മെയിലാണ്, സ്റ്റഡ് മെയിലാണ് വന്നിരിക്കുന്നത്. 3.5 വയസ്സ് പ്രായമുണ്ട്. 12000 രൂപയാണ് വിത്ത് KCI സർട്ടിഫിക്കറ്റ് അടക്കം ഈ സ്റ്റഡ് മെയിലിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഒരു റോഡ് വീലറിൻ്റെ സ്റ്റഡ് മെയിലിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ്. അവർ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക. ബ്രീഡേഴ്സിൻ്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ ബ്രീഡേഴ്സിൻ്റെയും വിത്ത് KCI സർട്ടിഫിക്കറ്റ് അടക്കം 12,000 ആണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. അടുത്ത നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ബുൾ മസ്റ്റിഫിന്റെ ഒരു അഡൽട്ട് മെയിലാണ് വന്നിരിക്കുന്നത്. തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ കേച്ചേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അഡൽട്ട് മെയിലിന് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവർ ചോദിക്കുന്ന റേറ്റ് 15000 രൂപയാണ് വിത്ത് KCI സർട്ടിഫിക്കറ്റുകളാണ്. 15000 രൂപയാണ്. 15,000 ആണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തൃശ്ശൂർ കേച്ചേരിയാണ് ലൊക്കേഷൻ. അടുത്ത് നമുക്ക് തിരുവനന്തപുരത്ത് നിന്നാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി അമേരിക്കൻ പുള്ളിയുടെ പോക്കറ്റ് സൈസാണ് വന്നിരിക്കുന്നത്. മെയിലാണ്. 7 മാസം പ്രായമുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 20,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. അമേരിക്കൻ പുള്ളി പോക്കറ്റ് സൈസാണ് വന്നിരിക്കുന്നത്. 7 മാസം പ്രായമുള്ള മെയിൽ ഡോഗ്. 20,000 ആണ് ഇതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നമുക്ക് 2 ഡോഗ്സിലാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അമേരിക്കൻ പുള്ളിയും അതേപോലെ കാനിങ് കോർസും ആണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അമേരിക്കൻ പുള്ളിയുടെയൊക്കെ സെമി അഡൾട്ട് മെയിലിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ്. അടുത്ത് വന്നിരിക്കുന്നത് അവിടെ തന്നെ സെയിം ബ്രീഡറാണ്, തിരുവനന്തപുരം. ഇതിൻ്റെ റേറ്റ് കാനിങ് കോർസോടെ 2.5 മാസം പ്രായമുള്ള മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് വിത്തൗട്ട് KCIയിൽ 23,000 രൂപയാണ്. 23,000 ആണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. ഒരു മെയിൽ പപ്പിയാണ് കൊടുക്കാനുള്ളത്. 2.5 മാസമായത്. അപ്പോൾ 23,000 രൂപയാണ് മെയിൽ പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിട്ടുള്ളൂ. തിരുവനന്തപുരം
ലൊക്കേഷൻ 23,000. അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് സെയിലായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരം തന്നെ അടുത്തൊരു ബ്രീഡറിൽ നിന്നാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ലാബിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസുണ്ട്, ഫീമെയിൽ പപ്പീസുണ്ട്. 31 ദിവസം കഴിഞ്ഞിട്ടുള്ള ലാബിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 5,000 രൂപയാണ്. ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 5,000 ആണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. മെയിൽ പപ്പിയുണ്ട്, ഫീമെയിൽ പപ്പിയുണ്ട്. അതേപോലെ ബ്ലാക്ക് കളറുണ്ട്, ഓഫ് വൈറ്റ് കളറുണ്ട്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ പെറ്റായിട്ട് വളർത്താൻ പറ്റിയ നല്ല അടിപൊളി ബ്രീഡിൽ ഒന്നാണ് ലാബ്. അപ്പോൾ അതിന് നല്ല ക്യൂട്ടായിട്ടുള്ള പപ്പീസുകളാണ്. നമുക്ക് നല്ല റേറ്റ് പറയുന്നത് 5,000 രൂപയാണ്, 5,000 ആണ് റേറ്റ് അവർ ചോദിച്ചിട്ടുള്ളൂ. അതേപോലെ അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. ക്രോസ് ബ്രീഡ് പപ്പീസാണ് വന്നിരിക്കുന്നത്. അതായത് ബീഗിള് ഫാദർ സൈഡും ഡാഷിയൻഡ് മദർ സൈഡും വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു ക്രോസ് ബ്രീഡാണ്. കാരണം ഡാഷിയൻഡ് വന്ന് ഇത്തിരി ഗാർഡിങ്ങിനായിട്ടും മറ്റേ ബീഗിൾ വന്നിരിക്കുന്നത് പെറ്റായിട്ടും വളർത്താൻ പറ്റിയ നല്ല അടിപൊളി ബ്രീഡ്. അവർ രണ്ടുപേരും മിക്സ് ആണ് വന്നിരിക്കുന്നത്, കോമ്പിനേഷൻ. അപ്പോൾ പപ്പീസൊക്കെ വലുതാവുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള പപ്പീസുകളാവും. ബീഗിളിൻ്റെ പോലെയും അതേപോലെ ഇത്തിരി അഗ്രസീവായിട്ട് ആയിരിക്കും ചിലപ്പോൾ വന്നിരിക്കുന്നത്. നല്ല അടിപൊളി പപ്പീസുകളായിരിക്കും എന്ന് വിചാരിക്കുന്നു. ക്രോസ് ബ്രീഡ് പപ്പീസ് ഡാഷിയൻഡ് ആൻഡ് ബീഗിൾ 2,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഡാഷിയൻഡിൻ്റെ കളർ കോമ്പിനേഷനിൽ അതേപോലെ ഹെഡ് വന്നിരിക്കുന്നത് ബീഗിളിൻ്റെ പോലെയൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി കോമ്പിനേഷനിൽ വന്നിട്ട് ക്രോസ് പപ്പീസാണ് വന്നിരിക്കുന്നത്. കൊടുങ്ങല്ലൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്.